അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു പേരാണ് നഹൂം എന്ന പേര്. ഹീബ്രുവിൽ നഹൂം എന്ന് പറഞ്ഞാൽ ആശ്വാസദായകൻ അല്ലെങ്കിൽ കംഫർട്ടർ എന്നാണ്. അപ്പൊ ദൈവം എത്രമാത്രം കരുതി തന്നെയാണ് ആശ്വാസദായകൻ കംഫർട്ടർ എന്ന് പേരുള്ള നഹൂം എന്ന പ്രവാചകനെ അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അയക്കുന്നത്. ചില പ്രതിസന്ധികൾ, ജീവിത പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് ഒരു കൊടുങ്കാറ്റിന് തുല്യമായ അവസ്ഥയിലേക്കാണ്. കൊടുങ്കാറ്റിൽ അകപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും നമ്മൾ അവസാനിച്ചു, തീർന്നു എന്നുള്ളത്. ഇനി മുമ്പോട്ട് രക്ഷയില്ല. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, രോഗങ്ങളായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലുള്ള വലിയ പ്രശ്നങ്ങളായിരിക്കാം, വീട്ടാനാകാത്ത കടങ്ങളായിരിക്കും, കടക്കാരുടെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെ അവരെ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. നമുക്ക് തോന്നും ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയൊന്ന് നേരെ നിൽക്കാൻ പറ്റും. ഇത്തരം കൊടുങ്കാറ്റ് പോലെയുള്ള അവസ്ഥകളിലും നമ്മളെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ, ശക്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷ നേടിത്തരാൻ ഉതകുന്ന വചനങ്ങളുമായിട്ടാണ് എൻ്റെ ഒട്ടുമിക്ക മെസ്സേജുകളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ബൈബിളിലെ അറിവ് പകരുന്നത്. അപ്പം അത്തരമൊരു വചനമാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. നഹൂം എന്ന പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. The Lord has his way in whirlwind and storms. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു വചനം ഒരു പ്രവചനമാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസ വചനമാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. നഹൂം എന്ന പ്രവാചകന്റെ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ്. ഇസ്രായേൽ മക്കള് അസീറിയ എന്ന രാജവംശത്തിൻ്റെ കീഴിൽ അവർ വളരെയധികം കഷ്ടത അനുഭവിച്ചാണ് കഴിഞ്ഞത്. വളരെയധികം ക്രൂരമായിട്ട് ഇസ്രായേൽ മക്കളോട് പെരുമാറുന്ന ഈ ഒരു അസീറിയക്കാരുടെ ഭരണത്തിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷ ഇല്ല എന്ന് ഒരുപക്ഷെ അവർ കരുതിയിരുന്ന സമയത്താണ് യഹോവ നഹൂം എന്ന പ്രവാചകനെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു പേരാണ് നഹൂം എന്ന പേര്. ഹീബ്രുവിൽ നഹൂം എന്ന് പറഞ്ഞാൽ ആശ്വാസദായകൻ അല്ലെങ്കിൽ കംഫർട്ടർ എന്നാണ്. അപ്പോൾ ദൈവം എത്രമാത്രം കരുതി തന്നെയാണ് ആശ്വാസദായകൻ കംഫർട്ടർ എന്ന് പേരുള്ള നഹൂം എന്ന പ്രവാചകനെ അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അയക്കുന്നത്. അപ്പം നഹൂം എന്ന് പറയുകയാണ്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് ഇത് പറയുന്നത്. യഹോവ കഷ്ടദിവസത്തിൽ ശരണമാണ്. യഹോവ കഷ്ടദിവസത്തിൽ മാറി നിൽക്കുന്നവനല്ല, യഹോവ കഷ്ടദിവസത്തിൽ ശരണമാണ്. കഷ്ടകാലത്ത് എത്രമാത്രം സഹായിക്കാൻ ഓടി വരുന്നവനാണ് ദൈവം. തങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. അപ്പൊ ദൈവം ഇവിടെ പറയുകയാണ്, തന്നിൽ ആശ്രയം വെക്കുന്നവരെ, തൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആശ്വാസവാക്ക്, പ്രവചനം തന്നെയാണ്, ഇത് വാഗ്ദാനം തന്നെയാണ്. യഹോവയുടെ വഴി അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവം വഴി തുറക്കുന്നു. അവിടെയും ഇത്തരം വലിയ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം അവിടെ രക്ഷയ്ക്കായിട്ട്, ശരണമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിലും എത്തും. അപ്പോൾ ഈ ഒരു പ്രവചനം അക്ഷരാർത്ഥത്തിൽ അവരവിടെ കാണുകയാണ്. കുറേ കാലത്തിന് ശേഷം തന്നെ അസീറിയക്കാരുടെ ക്യാപിറ്റൽ സിറ്റിയായ നിനവെ വീഴുകയാണ്. നിനവേക്ക് നാശം സംഭവിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് അവിടെ നിന്ന്, അസീറിയക്കാരിൽ നിന്നും രക്ഷ ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രക്ഷ നമ്മൾക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. കൊടുങ്കാറ്റിലും എത്ര തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലും ദൈവം അവിടെ വഴി ഒരുക്കുക തന്നെ ചെയ്യും. ഒരു കൊടുങ്കാറ്റും ഒരു ചുഴലിക്കാറ്റും ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തത് അല്ല. അപ്പോൾ നമ്മൾ ഇത്രയും രക്ഷ ഇസ്രായേൽ മക്കള് ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴും കണ്ടതാണ്. അവിടെ വഴി ഇല്ലായിരുന്നു. പക്ഷെ ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴി ഒരുക്കുന്ന ദൈവത്തിന് സമുദ്രത്തിലും വഴി ഒരുക്കുവാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. ദാനിയേല് സിംഹത്തിന്റെ കുഴിയിൽ വീണു പോയപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴി ഇല്ലായിരുന്നു. പക്ഷെ കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും വഴി ഒരുക്കുന്ന ദൈവത്തിന് ആ സിംഹത്തിന്റെ കുഴിയിലും വഴി ഒരുക്കുവാൻ, രക്ഷ ഒരുക്കുവാൻ കഴിഞ്ഞു. ഇതേ രക്ഷ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണും. പക്ഷെ അതിന് നമ്മൾ വിശ്വസിക്കണം.
ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നിയുള്ള ജീവിതമാണ്, അല്ലെങ്കിൽ ദൈവവചനവുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷമാണ് ദൈവം കൂടെ ഇല്ല എന്നുള്ള തോന്നൽ നമ്മൾക്ക് വരുന്നത്. അല്ലാത്ത പക്ഷമാണ് നമ്മൾ തനിച്ചാണ്, ഈ പ്രതിസന്ധി നമ്മളെ വീഴ്ത്തിക്കളയും എന്ന് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ചുഴലിക്കാറ്റാണോ കൊടുങ്കാറ്റാണോ നമ്മൾ അനുഭവിക്കുന്നത് എങ്കിലും നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഭയപ്പെടാതെ, നിരാശപ്പെടാതെ, അസ്വസ്ഥരാകാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. നമ്മൾ കാണുന്നില്ല എങ്കിലും ഈ ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും പ്രതിസന്ധിയിലും ദൈവം വഴി ഒരുക്കുകയാണ്. കാരണം യഹോവയ്ക്ക് മാറ്റാൻ കഴിയാത്ത പ്രതിസന്ധികളില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ജീസസ്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവ വചനത്തിൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കുക, ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ, വചനങ്ങളിൽ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത, അവന് ഒരുക്കാൻ കഴിയാത്ത വഴികളില്ല. അതുകൊണ്ട് ചുഴലിക്കാറ്റിനേക്കാൾ വലിയവനായ ദൈവത്തിൽ നമ്മൾക്ക് അഭയം പ്രാപിക്കാം. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവം വഴി തുറക്കും. So come fall in love with Jesus and fall in love with the word of God.